ഇന്നലെ ഉണ്ടല്ലോ ഈ ഗോത്രകലകൾ പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ. അപ്പൊ ഈ പണിയ നൃത്തത്തിന്റെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. പണിയ സമുദായത്തിൽ നിന്നുള്ള മണിക്കുട്ടൻ പണിയൻ ആദ്യത്തെ MBA ബിരുദധാരിയാണ്. MBA എടുത്ത മണിക്കുട്ടൻ. അതെ, അപ്പൊ ആ മണിക്കുട്ടൻ കുറെ പേരെ പരിശീലിപ്പിക്കുന്നുണ്ട്. 5 ജില്ലകളിലുള്ള 6 ടീമുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പൊ മണിയനെ കുറിച്ചും ആ ടീമിനെ പരിശീലിപ്പിക്കുന്ന മണിക്കുട്ടൻ കൃത്യമായിട്ട് അറിയാം. ചേലയുടുത്തുകെട്ടി മുഴച്ചുൾ പാലക്കല്ല പണക്കല്ല മാലകളണിഞ്ഞ് ചെവിയിൽ തോടക്കമ്മലും മാട്ടിയും ധരിച്ച് മൂക്കിൽ മാറ്റമുക്കുത്തി ചാർത്തി കുട്ടികൾ ചുവടുവെക്കുന്നു. തുടികളും ചീനക്കുഴലും പാട്ടിനൊപ്പം നിറയുന്നു. കേരളത്തിൽ തന്നെ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള പണിയ സമുദായത്തിന്റെ തനത് നൃത്തമാണിത്. വട്ടക്കളിയും കമ്പളനാട്ടിയുമാണ് പണിയ നൃത്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നത്. 5 ജില്ലകളിൽ പരിശീലനം നൽകിയത് പണിയ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ MBA ബിരുദധാരിയായ മണിക്കുട്ടൻ പണിയൻ. മണിക്കുട്ടന് ഇത് ജീവിതത്തിന്റെ താളം. ഒന്നൊന്നര ലക്ഷത്തോളം വരുന്ന പണിയ സമുദായത്തിന് ഇതൊരു വലിയ സംഭവം തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാൽ ഞങ്ങളുടെ തനതായിട്ടുള്ള ഗോത്രഭാഷയിലുള്ള പാട്ടുകൾ, ഞങ്ങളുടെ ചുവടുകൾ, ഞങ്ങളുടെ കൊട്ടുകളൊക്കെ ഈ പറയുന്ന സമൂഹം ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. ഇപ്പോൾ നമ്മൾ പരിശീലനത്തിന് വിവിധ സ്കൂളുകളിലേക്ക് പോകുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം അതിലൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആദിവാസി മേഖലയിലെ അവഗണനകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ശബ്ദം കൂടിയാണ് മണിക്കുട്ടൻ്റേത്. ഗോത്രവിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട്. പണിയ സമുദായക്കാരെല്ലാവരും കലാകാരന്മാരാണെങ്കിൽ പോലും കല കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു പറ്റം ആൾക്കാരല്ല. ഇപ്പം പല ആനുകൂല്യങ്ങളാണെങ്കിലും ഈ സമുദായത്തിന്റെ ഇടയ്ക്ക് ഇപ്പോഴും അകലെയാണ്. അപ്പോൾ അത് എത്തിപ്പിടിക്കാൻ ഈ കല സാധ്യമാകുമോ എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താ വെച്ചാൽ ഒരുവിധ എല്ലാ സ്കൂളുകളിലും ഡ്രോപ്പ് ഔട്ട് കൂടുതലാണ് ട്രൈബൽ കുട്ടികൾ. എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷെ നേരെ മറിച്ച് ഈ കല വന്നു ഇതിനെ പരിശീലിപ്പിക്കാൻ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പം കുട്ടികൾ ഈസി ആയിട്ട് വരും. നമ്മൾ പറഞ്ഞാൽ കൃത്യമായിട്ട് വരും. ടീച്ചർ കോച്ചിങ് കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്. അവരൊക്കെ ഈ പറയുന്ന സ്കൂളുകളിലേക്ക് എത്തുവാണെങ്കിൽ, അവർക്ക് അവിടെ തൊഴിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഈസി ആയിട്ട് ആ ഡ്രോപ്പ് ഔട്ട് ഇല്ലാതായി പഠനത്തിലേക്ക് കടക്കും. ഗോത്രവീര്യത്തിന്റെ കരുത്തിലാണ് മലയോരം പച്ചപിടിച്ചത്. ആ കരുത്തിനാധാരം ഇത്തരം കലകൾ കൂടിയായിരുന്നു. കാലം മാറിയാലും കല നിലനിൽക്കും എന്നതിൻ്റെ സാക്ഷ്യം പണിയ നൃത്തം. രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.